ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിൽ സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലംബിങ്ങിൻ്റെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിടേണ്ടതെന്നും എന്തെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് സ്റ്റാൻഡ് നോക്കാം. സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ പറയുന്ന CPVCയുടെ പൈപ്പ് കണ്ട 3/4 ഇഞ്ച് പൈപ്പാണ് നമുക്കെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. CPVCയുടെ പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തതിന് മുമ്പ് മെയിൻ സ്റ്റാൻഡ് വാട്ടർ ടാങ്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് 5 അടി സ്റ്റാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനേക്കാൾ താഴ്ത്തി വേണം നമ്മൾ ഈ പറയുന്ന രീതിയിൽ വാട്ടർ ടാങ്കിൻ്റെ അല്ലെങ്കിൽ സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ വെക്കാനായിട്ട്. കാരണം വെള്ളം തിളച്ച് പൊങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. തിളച്ച വെള്ളത്തിന് പൊങ്ങാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് നമുക്ക് കണ്ട ആ 10 സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ടാങ്കിനേക്കാൾ കുറച്ചുകൂടി താഴ്ത്തിയാണ് നമ്മൾ ഈ പറയുന്ന സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ ടാങ്കിൽ 5 അടി ഹൈറ്റിൽ വെക്കുന്ന വാട്ടർ ടാങ്ക് വെച്ചതിന് ശേഷം അതിൻ്റെ താഴെയായിരിക്കണം നമ്മൾ സോളാറിൻ്റെ വാട്ടർ ടാങ്ക് കൊടുക്കേണ്ടത്. ഈ പറയുന്ന CPVC പൈപ്പ് എല്ലാ ബാത്റൂമുകളിൽ നിന്നും കണക്ട് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. 2 സൈഡുകളിലായിട്ടാണ് ബാത്റൂം വന്നിരിക്കുന്നതുകൊണ്ട് 2 സൈഡിലൂടെയാണ് നമ്മൾ CPVC ഇറക്കിയിരിക്കുന്നത്. അതിന് കോമൺ ആയിട്ട് ഒരു മെയിൻ വാൽവും കൂടി കൊടുത്തിട്ടുണ്ട്. അത് CPVC വാൽവ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തൽക്കാലത്തേക്ക് നമ്മൾ CPVC പച്ചവെള്ളമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മളിവിടെ സോളാർ വാട്ടർ ഹീറ്റർ വെക്കുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് മാറ്റി ഈ പറയുന്ന വാൽവിലേക്ക് ആയിരിക്കും നമ്മുടെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഔട്ട് ചൂടുവെള്ളം ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ബാക്കി വരുന്ന ഈ പച്ചവെള്ളം കണ്ട PVC ആ PVC ആയിരിക്കും നമ്മുടെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അത് നേരെ ടാങ്കിൽ നിന്നാണ് കൊടുക്കുന്നത്. ടാങ്കിൽ നിന്ന് കൊടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും മുകളിൽ നിന്ന് കൊടുക്കുകയാണ്, ടാങ്കിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ റിട്ടേൺ കാര്യങ്ങളൊക്കെ നോൺ റിട്ടേൺ വാൽവ് കൊടുത്താൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ മൊത്തം ചൂടുവെള്ളം മുകളിലേക്ക് റിങ് ചെയ്ത് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ടാങ്ക് വന്നു, ടാങ്കിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന സൈഡിൽ തന്നെ നേരെ ഒരു 1 ഇഞ്ച് വാൽവ് കൊടുത്ത് അതിൽ നിന്ന് 3/4 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്ത് ആ 3/4 ഇഞ്ചാണ് നമ്മൾ സോളാർ വാട്ടർ ഹീറ്ററിന് ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് നമ്മൾ വരുന്ന പൈപ്പും ഔട്ട്പുട്ടും തമ്മിൽ ഇവിടെ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ലിങ്ക് ചെയ്തിരും. കാരണം വേറൊന്നുമില്ല, നമ്മൾ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നതിന് മുന്നേ തന്നെ ആ ടാപ്പിൽ, അതായത് ഡൈവേർട്ടർ ആണെങ്കിൽ ഡൈവേർട്ടർ, ബാത്റൂമിൻ്റെ അകത്ത് ഡൈവേർട്ടർ ആണെങ്കിൽ ഡൈവേർട്ടർ, അല്ലെങ്കിൽ ടാപ്പ് ആണെങ്കിൽ ടാപ്പ്, അതിൽ വെള്ളം എപ്പോഴും വന്ന് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ടാപ്പ് കംപ്ലൈൻറ്റ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് അടഞ്ഞു പോകാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ചൂടുവെള്ളത്തിന് മുന്നേ കണക്ട് ചെയ്യുന്നതിന് മുന്നേ പച്ചവെള്ളം നമ്മൾ ആ ടാപ്പിലേക്ക് കയറ്റി എപ്പോഴും ഇട്ടിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ വാൽവ് വരുന്നത്. വാൽവിൻ്റെ സിസ്റ്റം CPVCയുടെ തന്നെയാണ് വാൽവ് കൊടുത്തിരിക്കുന്നത്. 3/4 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്നും താഴ്ത്തിയായിരിക്കണം നമ്മുടെ സോളാർ വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്യാൻ. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങളെ. ഇത് നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ കാണിച്ചു തരാം. തൊട്ടപ്പുറത്ത് വീട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഏറ്റവും ടോപ്പിൽ നിന്നും താഴെയാണ് വാട്ടർ ഹീറ്റർ കൊടുത്തിരിക്കുന്നത്. ഇതേ ലെവലിലായിരിക്കണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അതായത് ടാങ്കിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് ഒരു 3 അടി അല്ലെങ്കിൽ 2 അടിയെങ്കിലും താഴ്ത്തിയായിരിക്കണം സോളാർ വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം എങ്ങനെയാണ് പ്ലംബിംഗ് ലൈൻ ചെയ്തിരുന്ന സമയത്ത് ചെയ്യേണ്ടതെന്നും വെള്ളം എങ്ങനെ കയറ്റിയിടണമെന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my